ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഇന്ന് രാത്രിയിൽ ദൈവവചനത്തിൻ്റെ ശ്രദ്ധയ്ക്കായി കൂടി വരുവാൻ കർത്താവ് അനുവദിച്ച കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കാം. അവൻ നല്ലവൻ, മാറ്റമില്ലാത്തവൻ. അവൻ്റെ വചനം എന്നേക്കും സ്ഥിരമായത്. അവൻ്റെ വചനത്തിൽ അല്പം പോലും പതിരില്ല. അതിൽ എഴുതിയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്ന സത്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും അന്വർത്ഥമായി വരും എന്നതിൽ സംശയമില്ല. ഏലിയാവിനെക്കുറിച്ച് സഹോദരൻ പറയുകയുണ്ടായി. ഏലിയാവ് സമസ്വഭാവം എന്നാണ് മലയാളത്തിൽ എഴുതിയേക്കുന്നത്. എന്നാൽ തമിഴിൽ എഴുതിയേക്കുന്നത് നമ്മെപ്പോലെ പാടുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മെപ്പോലെ കഷ്ടം അനുഭവിക്കുന്ന ആൾ. ഗ്രീക്ക് വായിക്കുകയാണെങ്കിൽ ഹോമിയോപാത്ത് എന്നാണ്, ലൈക്ക് സഫറിങ്. ഏലിയാവ് നമ്മെപ്പോലെ പാടുള്ള കഷ്ടപ്പാടുള്ള ഒരു മനുഷ്യനായിരുന്നു. എങ്കിലും അവൻ പ്രാർത്ഥിച്ചു. യാക്കോബിൻ്റെ ലേഖനത്തിൽ ഏലിയാവിനെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് അന്ന് സംഭവിച്ചു, ഇന്ന് സംഭവിക്കത്തില്ല എന്ന് പറയാൻ വേണ്ടിയല്ല. അന്ന് സംഭവിച്ചത് ഇന്നും സംഭവിക്കും. ഏലിയാവിനെ പോലെ ദൈവസന്നിധിയിൽ കാത്തിരിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ മനസ്സുള്ളവർക്ക് അതെന്നും സാധിക്കും, സാധിച്ചുകൊണ്ടിരിക്കുന്നു. 1989 അനേക പ്രാർത്ഥനകളുടെ പരമ്പര എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ദിവസം തോറും അത്ഭുതങ്ങൾ. അന്ന് ഫെബ്രുവരി മാസത്തിൽ കോട്ടയം പാക്കിൽ കൺവെൻഷൻ, അവിടെ സംസാരിക്കുവാൻ ഞാൻ പോയിരുന്നു. ആദ്യത്തെ പ്രസംഗികൻ ഞാനായിരുന്നു. 7 മണിക്ക് പ്രസംഗിക്കുവാൻ ആരംഭിച്ചു. അത് ഒരു പബ്ലിക് മൈതാനത്തിലായിരുന്നു, ലൈബ്രറിയുടെ മുമ്പിലുള്ള ഒരു മൈതാനം. അടുത്തെങ്ങും വീടുകളോ ബിൽഡിങ്സോ ഒന്നും ഇല്ല. ഒരു 7:20 ആയപ്പോൾ പെട്ടെന്ന് ആകാശം കറുത്തു, പെട്ടെന്ന് മഴ അങ്ങ് വീണു. ആളുകൾ കുറച്ച് പേര് കുട നൂർക്കാൻ തുടങ്ങി, കുറച്ച് പേര് എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി. അടുത്തെങ്ങും ഒരു ഷെൽട്ടർ ഇല്ലാഞ്ഞു. ഞാൻ എൻ്റെ പ്രസംഗം നിർത്തി. ഞാൻ പറഞ്ഞു, നിങ്ങളാരും കുട നൂർക്കാൻ പാടില്ല, ആരും എഴുന്നേറ്റ് ഓടാനും പാടില്ല. ഞങ്ങൾ വളരെ പ്രാർത്ഥിച്ചാണ് ഈ കൺവെൻഷൻ ഏർപ്പാട് ചെയ്തത്. ദൈവം പ്രാർത്ഥന കേൾക്കുമെന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ ഇന്ന് പാക്കിൽ നിവാസികളെ ആ വിവരം അറിയിക്കുവാൻ വേണ്ടിയാണ് ഈ മഴ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്, നിങ്ങളാരും എഴുന്നേൽക്കുവാൻ പാടില്ല. എന്നിട്ട് വളരെ സാവധാനത്തിൽ 1 മിനിറ്റ് പ്രാർത്ഥിച്ചു. കർത്താവേ, ഞങ്ങൾ വളരെ പ്രാർത്ഥനയോടെ ആരംഭിച്ച ഈ ശുശ്രൂഷ ഈ സമയത്ത് ഇവിടെ മുടങ്ങുവാൻ പാടില്ല. ദൈവം പ്രാർത്ഥന കേൾക്കുന്നവന് ഞങ്ങൾക്കറിയാം. പാക്കൽ നിവാസികളെ കാണിക്കണമേ കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ഈ ഒരു 3 വാക്ക് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ആരോ ഒരു കാർപ്പറ്റ് കൊണ്ട് പിടിച്ചു നിന്നതുപോലെ വന്ന മഴ അങ്ങനെ നിന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഹോളി ഹഷ്, പരിശുദ്ധമായ ഒരു നിശബ്ദത അവിടെ എല്ലാം അങ്ങ് വ്യാപരിച്ചു. ഞാൻ പറഞ്ഞു, ഇനി ഞാൻ പ്രസംഗിക്കുന്നില്ല. എൻ്റെ പ്രസംഗത്തിൻ്റെ പാതി എത്തതേ ഉള്ളൂ. ഇനി ഞാൻ പ്രസംഗിക്കുന്നില്ല, എൻ്റെ അനുഭവങ്ങൾ ചിലതൊക്കെ ഞാൻ പറയാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അടുത്ത 20 മിനിറ്റുകൾ അനുഭവങ്ങൾ പറഞ്ഞു. എൻ്റെ അടുത്ത പ്രസംഗിക്കാനായിട്ട് വന്നത് അന്ന് തിരുവനന്തപുരത്തുണ്ടായിരുന്ന KV ജോൺ സാറാണ്. അദ്ദേഹം ഒരു അനുഭവം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ അന്ന് IG ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ ഭരണമായിരുന്നു. അന്ന് വീട് വെക്കുവാൻ വേണ്ടി ഞാൻ എല്ലാം ഏർപ്പാടും ചെയ്തു. സിമൻ്റ് അന്ന് റേഷനിലാണ് കിട്ടുക. എനിക്ക് ഒരു ലോഡ് സിമൻ്റ് എത്തി. ലോഡ് ഇറക്കി റോഡിൻ്റെ സൈഡിൽ വെച്ചു. അവിടുന്ന് ഒരു 100 മീറ്റർ ചുമന്നെങ്കിൽ മാത്രമേ വീട്ടിലത് ഭദ്രമായി ചെല്ലുകയുള്ളൂ. അന്ന് സിമൻ്റ് ഇറക്കി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആകാശം കറുത്തു, മഴ വീണു എന്നുള്ള ഒരു സാഹചര്യമായി. അപ്പോൾ ലേബർ യൂണിയൻ ആളുകൾ അവിടെ ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് ഭരണകാലം ഓർത്തുകൊള്ളുക. അന്നേരം അവർ പറഞ്ഞു, സാറേ 5 നിമിഷത്തിനുള്ളിൽ ഈ സിമൻറ്റ് അവിടെ എത്തിച്ചില്ലെങ്കിൽ മുഴുവൻ കല്ലായിപ്പോവും. സാറൊന്നും ചെയ്യണ്ട, 1 ചാക്ക് സിമൻറ്റ് കടത്താൻ ഞങ്ങൾക്ക് 1 രൂപ വീതം തന്നാൽ മതി. സിമൻറ്റിൻ്റെ വില 6 രൂപയാണ്. അപ്പോൾ 1 ചാക്ക് സിമൻറ്റ് കടത്താൻ 1 രൂപ വീതം തന്നാൽ മതി. അവരോട് ബാർഗെയിൻ ചെയ്യാനൊന്നും നിന്നില്ല. അവിടെ റോഡിൽ മുട്ടുകുത്തി. കർത്താവ്, എത്ര കഷ്ടപ്പെട്ട അടിയന് ഈ റേഷൻ ലഭിച്ചതെന്ന് അവിടുന്നൊക്കെ അറിയും. ഇപ്പോൾ മഴ വന്ന് ഇത് പോയെങ്കിൽ എൻ്റെ വീടിൻ്റെ പണികളെല്ലാം തെറ്റുമല്ലോ. കർത്താവ് ദയ കാണിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഉടനെ വന്ന മഴ അങ്ങനെ മാറി. അതിനേക്കാൾ വലിയ അതിശയം, ഈ ലേബർ യൂണിയൻകാരവർ പറഞ്ഞു, സാറേ ക്ഷമിക്കണം, സാറിന് ഈ സിമൻറ്റ് മുഴുവൻ ഫ്രീ ആയിട്ട് വീട്ടിൽ കൊണ്ടു തരാം എന്നവർ പറഞ്ഞു. എനിക്ക് ഫ്രീ ആയിട്ടൊന്നും തരണ്ട, 20 പൈസയാണ് റേറ്റ്, അത് ഞാൻ തരുന്നതായിരിക്കും എന്ന് പറഞ്ഞു. സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു. എന്നാൽ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ പ്രാർത്ഥിച്ച് ഉടനെ ഉത്തരം ലഭിക്കണമെങ്കിൽ പ്രാർത്ഥന നമ്മുടെ ജീവിതശൈലി ഭാഗമായിരിക്കണം. ഞാൻ സാധാരണ പറയാറുള്ളത്,
പരീക്ഷയുടെ തലേദിവസം പഠിക്കുന്ന കുട്ടി ചിലപ്പം ജയിച്ചെന്ന് വന്നേക്കും. എന്നാൽ പതിവായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി അത് പരീക്ഷയുടെ തലേദിവസം അധികം പഠിക്കേണ്ട ആവശ്യമില്ല, അവൻ ജയിക്കുക തന്നെ ചെയ്യും. രഹസ്യ പ്രാർത്ഥന ഉള്ള മനുഷ്യർ വെളിയിൽ വന്ന് 1 മിനിറ്റ് പ്രാർത്ഥിച്ചാൽ മതി, അത്ഭുതം നിങ്ങളുടെ കണ്ണുകളുടെ മുമ്പിൽ നടക്കും, അല്പം പോലും സംശയമില്ല. ഏറ്റവും വലിയ അത്ഭുതം ആത്മാക്കളുടെ മാനസാന്തരമാണ്. നമ്മുടെ ജീവിതം കൊണ്ട് അത് സാധിച്ചില്ലെങ്കിൽ നമ്മളിലൊന്നും സാധിച്ചില്ല ലോകത്തിൽ. മഴ നിന്നേക്കാം, അല്ലെങ്കിൽ കാറ് വാങ്ങിയേക്കാം, ബംഗ്ലാവ് വാങ്ങിയേക്കാം, പഠിച്ചേക്കാം. പക്ഷേ ആത്മാക്കൾ എന്ന നിത്യഫലം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി വന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം ശൂന്യം എന്ന് മറന്നു പോകരുത്. നമ്മൾ ഇവിടുത്തെ ലാഭം മുഴുവൻ അവിടുത്തെ കണക്കിൽ നഷ്ടമാണെന്ന് ഓർത്തുകൊള്ളുക. ഇവിടുത്തെ നഷ്ടമെല്ലാം അവിടുത്തെ കണക്കിൽ ലാഭമാണ്. സഹോദരന്മാരെ നമുക്ക് എഴുന്നേക്കാം. ഇവിടെ എല്ലാം നഷ്ടമാകട്ടെ, അവിടെ എല്ലാം ലാഭമാകും. ഇവിടുത്തെ എല്ലാം ഒന്നും വേണ്ട, ചപ്പും കുപ്പയും എണ്ണാം. ഇവിടെ ഉള്ളത് ഈ ചപ്പും കുപ്പയും. പണ്ടൊക്കെ പ്രാന്തന്മാർ റോഡിൽ കൂടെ ചാക്ക് നിറച്ച് കുപ്പ വാരി ഇട്ടുകൊണ്ട് നടക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പം സർക്കാർ അത് അനുവദിക്കുന്നില്ലെന്ന് തോന്നുന്നു. എന്നാൽ MEC എഴുതി ചപ്പുകുപ്പയാം ലോകസമ്പാദ്യങ്ങൾ പുറത്ത് വഹിച്ചുകൊണ്ട് നടക്കുന്ന വിശ്വാസികളെ കണ്ടാൽ പരിതപിക്കാതെ എന്ത് ചെയ്യാൻ നോക്കും? അവരോർക്കുന്ന ഇതാ സമ്പാദ്യമെന്ന്. തെറ്റിപ്പോയി. വിശ്വാസികൾ അങ്ങനെ ചെയ്യുന്നത് കാണുമ്പോഴാണ് വളരെ സങ്കടം. ഇന്ന് കഴിഞ്ഞ ആഴ്ച പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു. ഒടുവിൽ പറഞ്ഞു നിർത്തിയത്, ഒരു വിശ്വാസിയുടെ പാപം കള്ളം പറയുന്നതോ മോഷ്ടിക്കുന്നതോ അല്ല. വിശ്വാസിയുടെ പാപം മധ്യസ്ഥ പ്രാർത്ഥന ഇല്ലാതിരിക്കുന്നതാണ്. പ്രാർത്ഥിക്കാത്ത ഒരു വിശ്വാസി ദൈവത്തിൻ്റെ കരങ്ങളെ കൂച്ചിക്കെട്ടുന്നവനാണ്. നമ്മിൽ വ്യാപരിച്ച ദൈവകൃപ നമ്മിൽ വന്ന് നിൽക്കുവാൻ പാടില്ല. നമ്മിൽ കൂടെ ലോകമെങ്ങും വ്യാപരിക്കേണ്ടിയിരിക്കുന്നു. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ദൈവകൃപ അനുഭവിക്കുന്നുവെങ്കിൽ അത് നിങ്ങളിൽ കൂടെ ലോകമെങ്ങും എത്രയിടത്ത് പായാൻ നോക്കുമോ അത്രയും ഇടത്ത് പായേണ്ടത് ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് ദൈവം നമുക്ക് ദൈവകൃപ തന്നത്. ഇന്ന് വളരെ ചുരുക്കമായിട്ട് 2-3 ക്ലാസ് എടുക്കേണ്ട വിഷയം ഒറ്റ ക്ലാസ് കൊണ്ട് തീർക്കാനാണ് ശ്രമിക്കുന്നത്. ഹൗ ടു പ്രേ ടു ഗെറ്റ് ആൻസേഴ്സ്. കൃത്യമായിട്ട് ഉത്തരം ലഭിക്കണമെങ്കിൽ എങ്ങനെ പ്രാർത്ഥിക്കണം. വളരെ ചുരുക്കമായിട്ട് ഞാൻ പറയും. ഗഹനമായിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ട വിഷയങ്ങളാണ്. കർത്താവ് കൃപ തരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ ആരംഭിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത പ്രയോഗം എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെ തരുവാനായിട്ട് തന്നെ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഈ ക്ലാസ്സിൽ ഇതിനെടുത്തപ്പോൾ പറഞ്ഞു, ചോദിക്കാനും വാങ്ങിക്കാനും വേണ്ടിയാണ് കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്നത്. ചോദിക്കുന്നതൊക്കെ തരിക. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെ 100%. അതാണ് കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഒരേ ഒരു നിബന്ധനയുണ്ട്. ആ നിബന്ധന എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെ 100% കർത്താവ് ഉറപ്പ് പറഞ്ഞിരിക്കുകയാണ്. എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് തരുവാൻ വേണ്ടിയാണ് നിങ്ങളെ തിരഞ്ഞെടുത്താക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ പ്രാർത്ഥന, ഏതെങ്കിലും ഒരു പ്രാർത്ഥന കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ എന്ന് പറയാതെ അവസാനിക്കാറുണ്ടോ? അങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ നമ്മൾ ആമീൻ പറയാറുണ്ടോ? യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞാൽ തന്നെ ആമീൻ പറയുകയില്ല. കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, പുത്രൻ്റെ നാമത്തിൽ തന്നെ. ആരും മഹാത്മാഗാന്ധിയെ കരഞ്ജൻ ഗാന്ധി എന്ന് ആരും പറയാറുണ്ടോ? മഹാത്മാഗാന്ധി മഹാത്മാവായി കഴിഞ്ഞ ശേഷം മഹാത്മാഗാന്ധി തന്നെയാണ്. യേശു കർത്താവായി കഴിഞ്ഞിട്ട് പിന്നെ അവനെ ആദ്യത്തെ പേര് വിളിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, ഏതായാലും പുത്രൻ്റെ നാമത്തിൽ തന്നെ, യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ എന്ന് പറഞ്ഞ് ആണ് എല്ലാ പ്രാർത്ഥനയും അവസാനിക്കുന്നത്. എന്നാൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം ലഭിക്കുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്താണ് ഈ കാരണം? പലപ്പോഴും പലരും ചിന്തിച്ചേക്കുന്നത് പുത്രൻ്റെ നാമത്തിൽ തന്നെ അല്ലെങ്കിൽ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ എന്ന് പറയുന്നത് പ്രാർത്ഥനയ്ക്ക് അവസാനം ചേർക്കുന്ന ഒരു പ്രയോഗമാണ് എന്ന് മാത്രമാണ് പലരും ചിന്തിച്ചിരിക്കുന്നത്. ഇത് ഒരു ഷോപ്പിംഗ് ലിസ്റ്റ്, ഒടുവിലൊരു സീല്, പുത്രൻ്റെ നാമത്തിൽ തന്നെ എന്നാണ് പലരും ചിന്തിച്ചേക്കുന്നത്. അങ്ങനെയല്ല, വളരെ ലളിതമാണ്, എന്നാൽ വിപുലമായ അർത്ഥമുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. ഈ പുത്രൻ്റെ നാമത്തിൽ, എൻ്റെ നാമത്തിൽ എന്നുള്ള ആ പ്രയോഗം യേശു കർത്താവ് യോഹന്നാൻ 14, 15, 16 അധ്യായങ്ങളിൽ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പ്രാർത്ഥനയുടെ കോണ്ടെക്സ്റ്റിൽ 3 അധ്യായങ്ങളിൽ മാത്രമേ എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക എന്നുള്ള ആ പ്രയോഗം പുതിയ നിയമത്തിൽ വന്നിട്ടുള്ളൂ. 14, 15, 16 അധ്യായങ്ങൾ
കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ മാളിക മുറിയിൽ കൊണ്ടുവന്നിട്ട് അവരോട് ഹൃദ്യമായി സംസാരിക്കുന്ന നിമിഷങ്ങളാണ്. അതിന് ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ താൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. തൻ്റെ ഇഹലോകവാസം അവിടെ തീരുവാൻ പോകുന്ന അവസരത്തിൽ ഏറ്റവും ഒടുവിലായിട്ട് ഹൃദയം തുറന്ന് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന വാക്കുകളാണ് 3 അധ്യായങ്ങളിൽ. 17-ാം അധ്യായത്തിൽ അവൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അപ്പോൾ ഈ 3 അധ്യായങ്ങളിൽ തൻ്റെ ലാസ്റ്റ് വേർഡ്സ്, അപ്പം മരിക്കുന്നതിന് മുമ്പേ തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചിരുത്തി അവരോട് പറയേണ്ട കാര്യം കൃത്യമായിട്ട് പറഞ്ഞ് ഭരമേൽപ്പിക്കുന്ന ഒരവസരമാണ്. അതിൽ നാം വായിച്ച വാക്യം 15-16 അതിൻ്റെ മധ്യഭാഗത്തെ വാക്യമാണ്. ഈ 3 അധ്യായങ്ങളിൽ പല പ്രാവശ്യം 7 തവണയെങ്കിലും പ്രാർത്ഥനയെക്കുറിച്ച് താൻ പരാമർശിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുക, എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുക എന്നുള്ളത് വീണ്ടും വീണ്ടും ഈ ഭാഗങ്ങളിൽ മാത്രം നമുക്ക് കാണാവുന്നതാണ്. എൻ്റെ നാമത്തിൽ എന്നുള്ളതിൻ്റെ അർത്ഥം നാം മനസ്സിലാക്കിയെങ്കിൽ നമ്മുടെയൊക്കെ ജീവനം വ്യത്യാസമാകും. അത് വെറും ഒരു പ്രാർത്ഥനയുടെ ഒഴിവ് ചേർക്കേണ്ട ഒരു പ്രയോഗമല്ല. കർത്താവിൻ്റെ നാമം നമ്മുടെ നാവിൽ ഉച്ചരിക്കാൻ ലഭിക്കുന്നത് വലിയൊരു ഭാഗ്യം. അത് ഉച്ചരിക്കണം. പക്ഷേ അത് വെറും ഉച്ചരിച്ചതുകൊണ്ട് മാത്രം അർത്ഥമായില്ല എന്നുള്ളത് ഒരിക്കലും മറന്നു പോകരുത്. പ്രേ ഇൻ ഹിസ് നെയിം, അവൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. ഇതേ പ്രയോഗം പുതിയ നിയമത്തിൽ 2 ഇടത്തുണ്ട്. നമുക്ക് വേറെ കോണ്ടെക്സ്റ്റിലുള്ളതാണ്. യോഹന്നാൻ 14:26 കർത്താവ് പറയുന്നത് ശ്രദ്ധിക്കുക. പിതാവ് എൻ്റെ നാമത്തിൽ അയക്കുവാനുള്ള പരിശുദ്ധാത്മാവ്. അവിടെ അതേ പ്രയോഗമാണ്, എൻ്റെ നാമത്തിൽ. പിതാവ് എൻ്റെ നാമത്തിൽ അയക്കുവാനുള്ള പരിശുദ്ധാത്മാവ്. അവിടെ എൻ്റെ നാമത്തിൽ എന്നുള്ളതിന് വളരെ വ്യക്തമായ അർത്ഥം എനിക്ക് പകരമെന്നാണ്. ഞാൻ അങ്ങോട്ട് പോകുന്നു, ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ പകരക്കാരനായി എനിക്ക് പകരം പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ വരും എന്ന് കർത്താവ് വാക്ക് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായ ആ പ്രയോഗത്തിൻ്റെ അർത്ഥം എനിക്ക് പകരമെന്നാണ്. അതേ അർത്ഥം നമുക്ക് 15-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ ഉപയോഗിക്കാം. നിങ്ങൾ എനിക്ക് പകരം പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെ, നിങ്ങൾ എൻ്റെ നാമത്തിനുള്ള അർത്ഥം എനിക്ക് പകരം, നിങ്ങൾ എനിക്ക് പകരം പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെ തരാനായിട്ട് തന്നെ നിങ്ങളെ തിരഞ്ഞെടുത്താക്കിയിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച പറഞ്ഞപ്പം പഠിച്ചു നാം കർത്താവിൻ്റെ പകരക്കാരാണെന്ന്. അന്ന് അവൻ നമുക്ക് പകരം ക്രൂശിൽ കയറി. ഇന്ന് നാം അവന് പകരം ഇവിടെ ഭൂമിയിലായിരിക്കുകയാണ്. നാം അവൻ്റെ പകരക്കാർ. അവന് പകരം നമ്മെ ഇവിടെ ആക്കിയിരിക്കുകയാണ്. അവൻ ചെയ്യേണ്ട ജോലി അവന് പകരമാണ് നാം ചെയ്യേണ്ടത്. അപ്പം വാസ്തവത്തിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ അവൻ്റെ പ്രാർത്ഥന അവന് പകരം നാം ചെയ്യേണ്ടതാണ്. ഹി ഹാസ് ഗിവൺ അസ് ദ പവർ ഓഫ് അറ്റോർണി. അവൻ ചെയ്യേണ്ട ജോലി അവന് പകരം നമ്മെ കൊണ്ട് ചെയ്യിക്കുകയാണ്. എന്തൊരു ഭാഗ്യം! യേശു കർത്താവ് പറഞ്ഞു, ഞാൻ ഇനി ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. യോഹന്നാൻ 17:9. നിങ്ങളെ ഇവിടെ ആക്കിയിരിക്കുന്നത് ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് പോകുന്നു. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എനിക്ക് പകരം ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. സഹോദരന്മാരെ, കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വളരെ വലിയതാണ്. അവന് പകരക്കാരായി അവന് പകരം പ്രാർത്ഥിക്കുവാൻ അവൻ്റെ പ്രാർത്ഥനയാണ് നാം ഇന്ന് നമ്മുടെ വായിൽ വരുത്തേണ്ടത്. നമ്മുടെ പ്രാർത്ഥനയല്ല, അവൻ്റെ പ്രാർത്ഥന, അവന് പകരം. ഇനിയൊരു ഇടത്ത് അതേ പ്രയോഗം നമുക്ക് ശ്രദ്ധിക്കാം. കൊലോസ്യർ 3:17 അവിടെ അപ്പോസ്തലനായ പൗലോസ് ഈ പ്രയോഗം നമുക്ക് ഉപയോഗിക്കുന്നത് കാണാം. കൊലോസ്യർ 3:17 വാക്കിനാലോ ക്രിയയാലോ എന്തു ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്യുക. അപ്പം വാക്കിനാലോ പ്രവൃത്തിയിനാലോ എന്തു ചെയ്താലും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്യുവാനാണ് കൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ എന്ത് ചെയ്താലും എന്ത് ചെയ്യണം? കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ. അത് പറയണമെന്നല്ല അതിൻ്റെ അർത്ഥം. ഒരിക്കൽ പോലും നമ്മൾ ചെയ്യുന്ന ഒന്നും ഒരിക്കൽ പോലും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ഇത് ചെയ്യുന്നു എന്ന് പറയുന്നില്ല. വാക്കിനാലോ പ്രവൃത്തിയിനാലോ എന്ത് ചെയ്താലും ഒരിക്കൽ പോലും നാം പറയുന്നില്ല കർത്താവിൻ്റെ നാമത്തിൽ ഇത് ചെയ്യുന്നു എന്ന്. അതിൻ്റെ അർത്ഥം എന്തുവാ? ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം എന്തുവാ? ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം അവൻ ചെയ്തതുപോലെ ചെയ്യുക എന്നാണ്. അവന് പകരം ചെയ്യുക, അവൻ ചെയ്തതുപോലെ. വാക്കിനാലോ പ്രവൃത്തിയാലോ എന്തു ചെയ്താലും കർത്താവായ യേശു ക്രിസ്തു ചെയ്തതുപോലെ ചെയ്യുക എന്നാണ് നമുക്കിവിടെ കൽപ്പന ലഭിച്ചിരിക്കുന്നത്. സഹോദരന്മാരെ, എൻ്റെ നാമത്തിൽ നിന്നുള്ളതിൻ്റെ വ്യക്തമായ അർത്ഥം എനിക്ക് പകരം ഞാൻ ചെയ്തതുപോലെ. ഓക്കെ,
ഈ അർത്ഥം വെച്ച് നമുക്ക് യോഹന്നാൻ 15:16 നമുക്ക് വായിക്കാം. നിങ്ങൾ എനിക്ക് പകരം ഞാൻ ചെയ്തതുപോലെ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെ നിങ്ങൾ എനിക്ക് പകരം ഞാൻ ചെയ്തതുപോലെ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെ തരുവാനായിട്ട് തന്നെ നിങ്ങളെ തിരഞ്ഞെടുത്താക്കിയിരിക്കും. എന്തൊരു ഭാഗ്യം, എന്തൊരു ഭാഗ്യം! യേശു കർത്താവ് അവൻ്റെ വേല, അവൻ ചെയ്യേണ്ട വേല അവൻ നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവൻ്റെ പകരക്കാരാണ്. ഹി ഹാസ് ഗിവൺ us ദ പവർ ഓഫ് അറ്റോർണി. അവന് പകരം ഒപ്പിടേണ്ടത് നമ്മളാണ്, അവന് പകരം ചെയ്യേണ്ടത് നമ്മളാണ്. അവൻ ചെയ്തതുപോലെ ചെയ്യണം. എങ്കിൽ യേശു കർത്താവ് ചെയ്തതുപോലെ ചെയ്താൽ ഉത്തരം ലഭിക്കാതിരിക്കുക സാധ്യമാണോ? ഓർക്കുന്നുണ്ടല്ലോ, യോഹന്നാൻ 11:42 ലാസറിൻ്റെ കല്ലറയ്ക്കൽ നിന്ന് കർത്താവ് പറയുകയാണ്, പിതാവേ, അവിടുന്ന് എപ്പോഴും എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. ആ ഉറപ്പിലാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ വിശ്വാസിയും ജീവിക്കേണ്ടത്. പിതാവേ, അവിടുന്ന് എപ്പോഴും എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. ആ ഉറപ്പുണ്ടോ? ആ ഉറപ്പുണ്ടാകണമെങ്കിൽ യേശു കർത്താവിന് പകരം അവൻ ചെയ്തതുപോലെ, അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ അനേക അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. അവൻ വെള്ളത്തിന്മേൽ നടന്നിട്ടുണ്ട്, അവൻ മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്, അവൻ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം അത്ഭുതങ്ങൾ കണ്ട ശിഷ്യന്മാർ അവനോട് ഒരിക്കലും പറഞ്ഞില്ല, ഞങ്ങളെ അത്ഭുതം കാണിക്കാൻ പഠിപ്പിക്കണമെന്ന്. എന്നാൽ അവർ പറഞ്ഞു, കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ കാരണം എന്താ? അവൻ്റെ പ്രാർത്ഥനാ ജീവിതമാണ് ഏറ്റവും വലിയ അത്ഭുതം. യേശു കർത്താവിൻ്റെ പ്രാർത്ഥനാ ജീവിതം വലിയ ഒരു അത്ഭുതമായിരുന്നു ശിഷ്യന്മാർക്ക്. അത് മറന്നു പോകരുത്. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്ന്. അപ്പം നമ്മൾ യേശു കർത്താവ് എങ്ങനെയാണ് അവൻ്റെ മാതൃക പിൻപറ്റുക? അവൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ അവൻ്റെ മാതൃക പിൻപറ്റണമെങ്കിൽ നാം എന്ത് ചെയ്യണം? നമുക്ക് വായിക്കാം. മർക്കോസ് 1:35 അവൻ അതിരാവിലെ പ്രാർത്ഥനയ്ക്കായി തനിയെ പോകുന്നതായി കാണുന്നു. അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ അവൻ പ്രാർത്ഥിക്കുവാൻ പോകും. മർക്കോസിൻ്റെ സുവിശേഷം 1:36. മർക്കോസ് 6:46-47. മർക്കോസ് 6:46-47. സായങ്കാലമായപ്പോൾ അവൻ തനിയെ പ്രാർത്ഥിക്കുവാൻ പോകുന്നു. ലൂക്കോസ് 5:16 സമയം കിട്ടുമ്പോഴൊക്കെ അവൻ പ്രാർത്ഥിക്കുകയാണ്. ലൂക്കോസ് 6:12 രാത്രി മുഴുവൻ അവൻ പ്രാർത്ഥിക്കുകയാണ്. ലൂക്കോസ് 11:1 ഇടവേളകളിൽ അവൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ യേശു കർത്താവിൻ്റെ ഈ ജീവിതം നാം പരിശോധിക്കുമ്പോൾ എന്ത് മനസ്സിലാക്കുന്നു? അവൻ്റെ പ്രാർത്ഥനാ ജീവിതം വലിയൊരു അത്ഭുതമായിരുന്നു. എബ്രായ ലേഖനം 5:7 എബ്രായ ലേഖനക്കാരൻ തൻ്റെ ഇഹലോക ജീവിതകാലത്തെ പ്രാർത്ഥനയെക്കുറിച്ച് ചുരുക്കി എഴുതിയിരിക്കുന്നത്, ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അവൻ പ്രാർത്ഥിക്കുമായിരുന്നു. വെറും ഗത്സമയൻ മാത്രം ഉറച്ച നിലവിളിയോടും കണ്ണീരോടും പ്രാർത്ഥിച്ചു എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ അങ്ങനെ ധരിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല. അവൻ പ്രാർത്ഥിക്കും. അതുകൊണ്ട് തന്നെയാണ് അവൻ മാറിപ്പോയിരുന്നു പ്രാർത്ഥിക്കുന്നത്. ശിഷ്യന്മാരോടുകൂടെ ഒരിക്കൽപ്പോലും അവരിരുന്ന് തനിയെ പ്രാർത്ഥിച്ചിട്ടില്ല. ശിഷ്യന്മാർ ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല. അവൻ തനിയെ പോയി പ്രാർത്ഥിക്കും. കാരണം ശിഷ്യന്മാർക്കിത് മനസ്സിലാകത്തില്ല. എങ്ങനെ അവൻ ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ പ്രാർത്ഥിക്കുന്നു? ശിഷ്യന്മാർക്ക് എങ്ങനെ മനസ്സിലാകും? അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചിട്ടില്ലല്ലോ. അവർ ഇതെന്തൊരു വിപൃതിയാണെന്ന് അവർ ചിന്തിച്ച് കാണും. അതുകൊണ്ടാണ് ഒരിക്കൽപ്പോലും അവൻ അവരോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാത്തത്. അല്പം മാറിയിരുന്ന് പ്രാർത്ഥിക്കും. സമയം കിട്ടിക്കഴിയുമ്പോൾ അവൻ ഒതുങ്ങിപ്പോകും, തനിയെ പോയിരുന്ന് പ്രാർത്ഥിക്കും. അവൻ്റെ പ്രാർത്ഥനാ ജീവിതം അവർക്ക് വലിയൊരു അത്ഭുതമായി. നമുക്ക് പിൻപറ്റുവാൻ അവൻ മാതൃക വെച്ചേച്ചു പോയിരിക്കുകയാണ്. സഹോദരിമാരെ മറന്നു പോകരുത്. പിൻപറ്റുവാൻ നമുക്ക് അവൻ മാതൃക വച്ചിരിക്കുകയാണ്. സാക്ഷാൽ ദൈവപുത്രൻ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ അവൻ ഇത്രത്തോളം പ്രാർത്ഥിക്കണമായിരുന്നു എങ്കിൽ, അവനില്ലാത്ത ഒരു കാര്യം നമുക്കുണ്ട്. നമുക്ക് പാപജഡമുണ്ട്. പാപജഡത്തിലല്ലാത്ത പരിശുദ്ധനായ ആ ദൈവപുത്രൻ ഇത്രത്തോളം പ്രാർത്ഥിക്കണേണ്ട ആവശ്യമായിരുന്നു എങ്കിൽ നമുക്ക് എത്രയധികം പാപജഡത്തിൽ ജീവിക്കുന്ന, പിശാചിൻ്റെ അധികാരത്തിലുള്ള ഈ ലോകത്തിൽ ജീവിക്കുന്ന നാം എത്രയധികം എത്രയധികം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമുണ്ടത് എന്നത് മറന്നു പോകരുത്. സഹോദരന്മാരെ,
കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വളരെ വലുതാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ മറുപമലയിൽ അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൻ്റെ മുഖം പ്രകാശിച്ചു എന്ന് വായിക്കുന്നു. അവൻ്റെ ജീവിതം വളരെ വലിയ അത്ഭുതമായിരുന്നു. ആ മാതൃക പിൻചെല്ലുവാനാണ് നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത്. എൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് പകരം ഞാൻ ചെയ്തതുപോലെ. വളരെ ലളിതമായി ഞാനിങ്ങനെ പറയാം. നിങ്ങളുടെ മലയാളം ബൈബിളിനകത്ത് വരയിടാൻ ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ നാമത്തിൽ നിന്നുള്ളത് അടിയിൽ വരയിട്ടിട്ട് എൻ്റെ നാമത്തിൽ നിന്നുള്ളതിന് എൻ്റെ പേരിൽ എന്നങ്ങ് എഴുതിക്കൊള്ളുക. എൻ്റെ പേരിൽ, നിങ്ങൾ എൻ്റെ പേരിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെ എൻ്റെ പേരിൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സാധാരണ ചെയ്യുന്ന ഒരു കാര്യമാണ്. എനിക്ക് ഒരു കാര്യം ചെയ്യുവാൻ കഴിയില്ലെങ്കിൽ ഒരാളോട് പറയും എൻ്റെ പേരിൽ ഇതങ്ങ് ചെയ്യേക്കണം. ഇത് തന്നെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. സഹോദരന്മാർ മറക്കരുത്, കർത്താവിൻ്റെ പകരം കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവൻ ചെയ്യേണ്ട ജോലി അവന് പകരം നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പം ഉത്തരം ലഭിക്കണമോ? എൻ്റെ പേരിൽ ചെയ്യുക. ഞാൻ സാധാരണ പറയാറുള്ളത്, കർത്താവിൻ്റെ പേരിൽ നാം സ്വർഗത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ മനസ്സിലാക്കണം, കർത്താവ് ലഭിച്ച അതേ സ്വീകരണം നമുക്ക് ലഭിക്കുന്നു. എന്തൊരു ഭാഗ്യം! യേശു കർത്താവിൻ്റെ പേരിൽ പിതാവിനെ നാം വിളിക്കുമ്പോൾ പുത്രന് ലഭിച്ചിരുന്ന അതേ സ്വീകരണം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് മറന്നു പോകരുത്. ആ ഒരു പദവിയാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. എന്താ? അവന് പകരക്കാരായി തീരുവാൻ, അവൻ്റെ ജോലി അവൻ ചെയ്തതുപോലെ അവന് പകരം ചെയ്യുക. ഉത്തരം ലഭിക്കണമോ? എൻ്റെ പേരിൽ അപേക്ഷിച്ചു കൊള്ളുക. അപേക്ഷിക്കുന്നതൊക്കെ തരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഞാൻ ചിലപ്പോഴൊക്കെ ചോദിക്കാറുള്ള ഒരു ചോദ്യം, നിങ്ങൾക്ക് എത്ര പേർക്ക് ഓപ്പൺ ചെക്ക് കിട്ടിയിട്ടുണ്ട്? ഓപ്പൺ ചെക്ക് കിട്ടിയിട്ടുണ്ടോ ആർക്കെങ്കിലും? ഞാൻ ഓർക്കുന്നുണ്ട്, അമേരിക്കയിൽ ചെന്ന് ഞാൻ ഈ ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓപ്പൺ ചെക്ക് കിട്ടിയിട്ടുണ്ടോ? അപ്പോൾ ഒരു സഹോദരി പറഞ്ഞു, കൈകൾ എനിക്ക് ഓപ്പൺ ചെക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിശയിച്ചു, ഓപ്പൺ ചെക്ക് കിട്ടിയ സഹോദരിയോ? ഞാൻ ചോദിച്ചു, എങ്ങനെ ഓപ്പൺ ചെക്ക് കിട്ടി? എൻ്റെ സഹോദര, ഞാനിവിടെ വന്ന് 3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അപ്പച്ചൻ മരിച്ചു, നാട്ടിൽ മരിച്ചു. ഞങ്ങളവിടെ ചെന്ന് തന്നെ ഇവിടുന്ന് കടം വാങ്ങിച്ചൊക്കെയാണ് അവിടെ ചെന്ന് പറ്റിയത്. അവിടെ ചെന്ന് ഞങ്ങളങ്ങോട്ട് മൂട് പിടിച്ചില്ല, ഞങ്ങൾക്ക് ജോലിയൊന്നും കിട്ടിയില്ല, പുതിയ സ്ഥലത്തൊക്കെ എത്തിയതേ ഉള്ളൂ. 3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിൽ അപ്പച്ചൻ മരിച്ചു. എങ്ങനെ പോകാതിരിക്കാൻ പറ്റുമോ? ഈ വിവരം അറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സഭയിലുള്ളൊരു സഹോദരൻ ഒരു ഓപ്പൺ ചെക്ക് എഴുതി തന്നു. മഹാമനസ്കുള്ള സഹോദരന്മാർ നമ്മുടെ ഇടയിലുണ്ട് കേട്ടോ, ദൈവത്തിന് സ്തോത്രം. ഓപ്പൺ ചെക്ക് അവത്തിൽ എന്തെഴുതണമെന്ന് കിട്ടിയ ആളാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ എന്തിനായി പറഞ്ഞത്? കർത്താവ് പറഞ്ഞു, നിങ്ങൾ അപേക്ഷിക്കുന്നതൊക്കെ, യോഹന്നാൻ്റെ സുവിശേഷം നിങ്ങൾ അപേക്ഷിക്കുന്നത് ഒക്കെ എന്നുള്ളത് 15:7 പറയുന്നു, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും, യു ക്യാൻ ഡിസൈഡ് വാട്ട് യു വിൽ ആസ്ക്. നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും, ഇതിനേക്കാൾ കൂടുതൽ ഓപ്പൺ ചെക്ക് ആർക്കെങ്കിലും തരാൻ പറ്റുമോ? നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും, നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. ഇതാരാ പറഞ്ഞത്? യേശു കർത്താവ് പറഞ്ഞ വാക്കുകൾ. ഇതിൽ കൂടുതലൊരു വാഗ്ദത്തം ലോകത്തിൽ ആർക്കും പറയാൻ കഴിയുകയില്ല. അതാണ് നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം. എൻ്റെ നാമത്തിൽ എനിക്ക് പകരം ഞാൻ ചെയ്തതുപോലെ ചെയ്യുക. നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെ, അവത്തിൽ എന്താ എഴുതണം എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഉത്തരം ലഭിക്കണമോ? കട്ടായം, തീർച്ചയായും ഉത്തരം ലഭിക്കും. പുത്രൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ, പുത്രൻ്റെ പേരിൽ എന്ന് പറഞ്ഞാൽ, പുത്രന് പകരം അവൻ ചെയ്തതുപോലെ ചെയ്യുക. കർത്താവ് നമുക്ക് കൃപ തരട്ടെ. ഈ യേശു കർത്താവിൻ്റെ ജീവിതത്തിലെ പ്രാർത്ഥനയ്ക്ക് അവൻ എപ്പോഴും ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. യോഹന്നാൻ 14:13 ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന ദൈവനാമ മഹത്വത്തിന് വേണ്ടി ആയിരിക്കണം. ദൈവനാമ മഹത്വത്തിന് വേണ്ടി എന്തപേക്ഷിച്ചാലും അവൻ ചെയ്യുമെന്നുള്ളത് അവൻ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തമാണ്. നമുക്ക് പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാത്തതിൻ്റെ കാരണം യാക്കോബ് 4:3 പറഞ്ഞിട്ടുണ്ട്. എന്താ? നമ്മൾ വല്ലാതെ യാചിക്കുന്നു, നമ്മുടെ സ്വയത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടതിന്. അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് പ്രാർത്ഥന ഉത്തരം ലഭിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ
മഹത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളത് മറന്നു പോകരുത്. പിന്നെ ദൈവഹിതത്തിൽ പ്രാർത്ഥിക്കുക എന്നുള്ളത് വേദപുസ്തകം പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യമാണ്. 1 യോഹന്നാൻ 5:14 വാക്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. പലപ്പോഴും വായിക്കുകയും നമുക്ക് ധ്യാനിക്കുകയൊക്കെ ചെയ്യുന്ന വാക്യം എന്താണെന്നറിയാമല്ലോ. 1 യോഹന്നാൻ 5:14 അത് വായിക്കുന്നു: അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ, അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകും. അവൻ്റെ ഇഷ്ടപ്രകാരം അപേക്ഷിക്കുക. ഇതെങ്ങനെ അവൻ്റെ ഇഷ്ടപ്രകാരം അപേക്ഷിക്കുന്നത്? എങ്ങനെ അവൻ്റെ ഇഷ്ടം കണ്ടുപിടിക്കാം? ദൈവത്തിൻ്റെ ഇഷ്ടം പലപ്പോഴും നമുക്ക് ഈ കാര്യത്തിൽ വലിയ ഗ്രാഹ്യമില്ല എന്നുള്ളത് തന്നെ പറയണം. നമ്മുടെയൊക്കെ പ്രാർത്ഥന കർത്താവേ അവിടുത്തെ ഇഷ്ടമാണെങ്കിൽ എന്ന് പറഞ്ഞ് തന്നെയാണ് ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും. കാരണം ഈ ദൈവഹിതം എന്താണെന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തത ഇല്ലാതിരിക്കുന്നതിന് സാധാരണമായ കാര്യമാണ്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവഹിതം അറിയുന്നതിൽ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. കൊലോസ്യ ലേഖനത്തിൽ അങ്ങനെ വായിക്കുന്നത്, അവൻ്റെ ഇഷ്ടത്തിൻ്റെ പൂർണ്ണത നാം അറിഞ്ഞിരിക്കണം. ദൈവഹിതത്തിൽ സകല മനുഷ്യരും രക്ഷിക്കപ്പെടണം എന്നുള്ളത് ദൈവഹിതമാണ്. നിങ്ങൾക്ക് ഉത്തരം ലഭിക്കണമോ? ആദ്യം ചെയ്യേണ്ടത് രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. രക്ഷിക്കപ്പെടാത്ത ഒരാൾ ആദ്യം ചെയ്യേണ്ടത് രക്ഷ കരസ്ഥമാക്കുക എന്നുള്ളതാണ്. 1 തിമോത്തി 2:4 നമുക്ക് പരിചയമുള്ള വാക്യം. സകലരും രക്ഷ പ്രാപിക്കണം, ഒരുത്തനും നശിക്കു പോകരുതെന്ന് അവൻ ആഗ്രഹിക്കുന്നു. ദൈവഹിതത്തിൽ ജീവിക്കേണ്ട ഒരാൾ ആദ്യം അറിയേണ്ടത് ഞാൻ രക്ഷിക്കപ്പെട്ട ആളാണെന്നുള്ള. രക്ഷിക്കപ്പെട്ട ഒരാൾ 1 തെസ്സലോനിയർ 4:3 വിശുദ്ധിയിൽ ജീവിക്കണം എന്നുള്ളത് ദൈവഹിതമാണ്. നമ്മെപ്പറ്റിയുള്ള ദൈവഹിതം എന്താണ്? സകല വിശ്വാസികളും, രക്ഷിക്കപ്പെട്ട സകലരും വിശുദ്ധിയിൽ ജീവിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമാണ്. 1 തെസ്സലോനിയർ 4:3. 1 തെസ്സലോനിയർ 5:14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ, ഈ വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാൻ പോവുകയാണ്. ആ വാക്യങ്ങളിൽ പൗലോസ് ദൈവഹിതത്തിൻ്റെ പൂർണ്ണതയെക്കുറിച്ച് പറയുന്നുണ്ട്. വെളിപ്പെടുത്തപ്പെട്ട ദൈവഹിതം 14 വാക്യം മുതൽ 18 വാക്യം വരെ. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പീൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവീൻ, ബലഹീനരെ താങ്ങുവീൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കുവാൻ നോക്കുവീൻ, തമ്മിൽ എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ, ഈടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവിൽ ദൈവ ഇഷ്ടം. വളരെ വ്യക്തമായി വെളിപ്പെടുത്തപ്പെട്ട ദൈവഹിതമാണ്. നമുക്ക് ഈ വെളിപ്പെടുത്തപ്പെട്ട ദൈവഹിതത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് മാത്രമേ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ വരുമ്പോൾ ഏതാണ് ദൈവഹിതം എന്ന് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. പലപ്പോഴും നാം ദൈവഹിതം മനസ്സിലാക്കുന്നതിന് നമുക്ക് സാധിക്കാതെ പോകുന്നതിൻ്റെ കാരണം വെളിപ്പെടുത്തപ്പെട്ട ദൈവഹിതം, രക്ഷിക്കപ്പെടുക, വിശുദ്ധിയിൽ ജീവിക്കുക, ഈ വാക്യങ്ങളൊക്കെ വായിച്ചല്ലോ. ഇതാണ് എല്ലാത്തിനും വേണ്ടി സ്തോത്രം ചെയ്യുക, എപ്പോഴും സന്തോഷിക്കുക. ഇങ്ങനെയുള്ള വെളിപ്പെടുത്തപ്പെട്ട ദൈവഹിതത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് മാത്രമേ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ അങ്ങോട്ടാണോ, ഇതാണോ ദൈവഹിതം, അതാണോ ദൈവഹിതം എന്ന് തിരിച്ചറിയുവാൻ കഴിയുകയുള്ളൂ. പലപ്പോഴും നന്മ ചെയ്ത് കഷ്ടം സഹിക്കണമെന്നുള്ളത് ദൈവഹിതമാണ് എന്ന് നാം 1 പത്രോസ് 3:17 വായിക്കുന്നു. 2 ശമൂവേൽ 7:27 ദാവീദ് ധൈര്യമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. 2 ശമൂവേൽ 7:27 അതിൽ ദാവീദ് പറയുന്നു, അടിയനൊരു ഗ്രഹം പണിയുമെന്ന് അവിടുന്ന് അടിയന് വെളിപ്പെടുത്തിയത് കൊണ്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ അടിയൻ ധൈര്യം പ്രാപിച്ചിരിക്കുന്നു. സഹോദരന്മാരെ, ധൈര്യമായി പ്രാർത്ഥിക്കണമോ? ദൈവഹിതം എന്തെന്ന് ദൈവവചനത്തിൽ നിന്ന് ദൈവം നമ്മോട് സംസാരിക്കും. അത് മനസ്സിലാക്കി ഇതാണ് ദൈവഹിതം, ഇത് മാത്രമേ നടക്കാവൂ എന്ന് ധൈര്യമായിട്ട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. പലപ്പോഴും ദൈവഹിതം എന്തെന്നുള്ള ഒരു പൂർണ്ണ നിശ്ചയമില്ലാത്തത് കൊണ്ടാണ് ധൈര്യമായി പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഇടയാകാത്തത്. നമുക്ക് ഇനി അടുത്ത ഒരു ചെറിയ വിഷയമുള്ളത് ദൈവ മഹത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവഹിതത്തിൽ പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുക. വിശ്വാസം എന്നുള്ളത് അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാലും വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഒരിക്കൽ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു.
എൻ്റെ അടുത്തിരുന്ന ആളുമായിട്ട് സംഭാഷണത്തിലേർപ്പെട്ടു. ഒരു അരമണിക്കൂർ, 1 മണിക്കൂർ, 2 മണിക്കൂർ ജീവിതത്തിൽ നിന്ന് കഥകളും അനുഭവങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം മേളിലത്തെ ബർത്തിൽ ഒരാൾ കേൾക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ചാടി ഇറങ്ങി വന്നു, നിങ്ങളുടെ സംസാരം ഒന്ന് നിർത്താമോ? സോറി, എന്ത് പറ്റി സാറേ? എനിക്ക് ഈ വിശ്വാസത്തിൽ ഒരു വിശ്വാസവുമില്ല. ഞാൻ പറഞ്ഞു, സാറ് ഈ ട്രെയിനിന് ബാംഗ്ലൂരിലേക്കാണ് പോകുന്നല്ലോ, ഇതെങ്ങനെ മനസ്സിലായി ഈ ട്രെയിൻ ബാംഗ്ലൂരിലേക്കാണ് പോയെന്ന്? അപ്പം സാറിന് റെയിൽവേ ടൈം ടേബിളിൽ വിശ്വാസമുണ്ട്. വിശ്വാസമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുക. 2:30 മണിക്കല്ലേ സാർ സ്റ്റേഷന് വന്നത്? എന്തിന്? റെയിൽവേ ടൈം ടേബിളിൽ സാർ വിശ്വസിക്കുന്നു. അപ്പം വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞാൽ ശരിയാണോ? പിന്നെ ഞാൻ കുറച്ച് നേരം അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, സാറേ എന്താ വ്യത്യാസം എന്നറിയാമോ? സാറിന് വിശ്വാസമില്ലാതെ ലോകത്തിലൊരു മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. നമ്മുടെ പാലുകാരനെ നമ്മൾ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ അവന് അല്പം അതിൻ്റെ അത് വിഷം ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ പാൽ കുടിക്കുമോ? നമ്മൾ ഓഫീസിൽ ജോലി ചെയ്യുന്നു, 30-ാം തീയതി ശമ്പളം കിട്ടുന്ന വിശ്വാസം. ആ വിശ്വാസം അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുമോ? അല്ല. അന്യോന്യം വിശ്വാസമില്ല ഈ ലോകത്തിൽ ജീവിക്കാൻ കഴിയില്ല. എന്നാൽ ഈ ലോകത്തിലുള്ള ആളുകൾ വിശ്വസിക്കുന്നത് കാണുന്നതിനെയും കേൾക്കുന്നതിനെയുമാണ്. അപ്പോൾ ചിലപ്പം വിശ്വസിച്ച് വഞ്ചിക്കപ്പെടാനും ഇടയായിട്ടുണ്ട്. എന്നാൽ ബൈബിൾ പറയുന്ന വിശ്വാസം ദൈവം തൻ്റെ വചനത്തിൽ കൊടുത്തിരിക്കുന്ന വാഗ്ദത്തങ്ങളിലുള്ള വിശ്വാസമാണ്. ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്നതാണ്. ഇത് ബൈബിളിലെ എബ്രായ ലേഖനം 11:1 വായിക്കുന്നല്ലോ, വിശ്വാസം എന്നത് ഉറപ്പാണ്, വിശ്വാസം എന്നത് നിശ്ചയമാണ്. ഇതിലുള്ള വിഷയം ദൈവം പറഞ്ഞ കാര്യങ്ങളിൽ ഇതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, ഇതിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിൽ അന്തരമുണ്ട്. അനേകർക്ക് അന്ധവിശ്വാസങ്ങളുണ്ട്. അതെൻ്റെ ഭാഷയിൽ ഇങ്ങനെ പറഞ്ഞാൽ, ഇല്ലാത്ത ഒരു ദൈവം പറയാത്ത ഒരു കാര്യം, ഇല്ലാത്ത ഒരു ദൈവം പറയാത്ത ഒരു കാര്യം വിശ്വസിക്കുന്നതാണ് അന്ധവിശ്വാസം. അങ്ങനെ ദൈവം ഉണ്ടോ? ആ ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അതൊന്നും അവർക്ക് വിഷയമില്ല. എല്ലാവരും ചെയ്യുന്നു, ഞാനും ചെയ്യുന്നു. പക്ഷേ അന്ധവിശ്വാസത്തിനും ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. എതിലുള്ള വിശ്വാസം? ദൈവം തൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തി നമുക്ക് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന വചനത്തിന്മേലുള്ള വാഗ്ദത്തന്മേലുള്ള വിശ്വാസം, അതാണ് വിശ്വാസം. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതാണ്. യാക്കോബ് 5:19 വായിക്കുന്നു, ദി ഇഫക്ച്വൽ ഫെർവെന്റ് പ്രയർ ഓഫ് എ റൈച്ചസ് മാൻ അവെയിൽസ് മച്ച്. വളരെ ശക്തിയുള്ളതാണ് വിശ്വാസത്തോടുള്ള പ്രാർത്ഥന, രോഗിയെ എഴുന്നേൽപ്പിക്കും. അങ്ങനെ യാക്കോബ് 5:15 വായിക്കുന്നു. വിശ്വാസം കാഴ്ചയ്ക്ക് എതിരാണ്, ഓപ്പോസിറ്റ് ടു സൈറ്റ്. 2 കൊരിന്ത്യർ 5:14. കാഴ്ചയാലല്ല, കാണാത്ത കാര്യങ്ങളെ വിശ്വസിക്കുകയാണ്. ഇതെങ്ങനെ ഈ കാണാത്ത കാര്യങ്ങളെ വിശ്വസിക്കുന്നത്? നമ്മുടെ ചുറ്റുപാട് എന്തെന്ത് കാര്യങ്ങൾ. ആരാ പറഞ്ഞു 95% ഓഫ് ദ യൂണിവേഴ്സ് ഈസ് ഇൻവിസിബിൾ ടു അവർ ഹ്യൂമൻ ഐസ്? എനിക്കറിയാം നേരാണെന്നോന്ന്. നേരായിരിക്കും. 95% ഓഫ് ദി യൂണിവേഴ്സ് ഈസ് ഇൻവിസിബിൾ ടു ഹ്യൂമൻ ഐസ്. അങ്ങ് അകലെ നക്ഷത്രമുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ടെലസ്കോപ്പ് വെച്ച് അവർ കണ്ടുപിടിച്ച് ഞാനങ്ങ് വിശ്വസിക്കുക. അമീബ എന്നൊരു സൂത്രം ഉണ്ടെന്നുള്ളത് ഞാൻ കണ്ടിട്ടുണ്ടോ? മൈക്രോസ്കോപ്പ് വെച്ച് ആരാണ്ട് കണ്ടുപിടിച്ചത് ഞാനങ്ങ് വിശ്വസിക്കുക. അപ്പോൾ കാണാത്ത എത്രയോ കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഇലക്ട്രിസിറ്റി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അതിൻ്റെ നിറം എന്തോ, കളർ എന്തോ? പക്ഷേ ഇലക്ട്രിസിറ്റിയുടെ ഫലം നമ്മൾ അനുഭവിക്കുന്നു. അപ്പം കാണാത്ത എത്രയോ കാര്യങ്ങൾ ഇല്ലാത്തതല്ല. അനേകർ അങ്ങനെ ചിന്തിക്കുന്നത്, കാണാത്ത കാര്യങ്ങളൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ദൈവത്തെ ആരും കണ്ടിട്ടില്ല, അപ്പോൾ ഇല്ല എന്ന് വിശ്വസിക്കും. അല്ല, അങ്ങനെയല്ല. കാണാത്തതിനെ നോക്കി പാർക്കുന്നവരാണ് അനേകർ. ബൈബിൾ അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. കാണാത്തതിനെ നോക്കി കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യമായിട്ടുള്ള ദൈവത്തിൻ്റെ വെളിപ്പെടുത്തപ്പെട്ട താൻ തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കുക എന്നാണ് വിശ്വാസത്തെ കൊണ്ട് നാം മനസ്സിലാക്കുന്നത്. വിശ്വാസം കാഴ്ചയ്ക്ക് എതിരാണ്. വിശ്വാസം സംശയത്തിനെതിരാണ്. സംശയിക്കാതെ നിങ്ങൾ വിശ്വസിച്ചാൽ, മത്തായി 21:21, സംശയിക്കാതെ വിശ്വസിക്കുക. അടുത്തത്, വിശ്വാസം വിധിക്ക് വിപരീതമാണ്. വിധി, ഫെയ്റ്റ്, ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു ഫെയ്റ്റ്. മാത്യു ചാപ്റ്റർ 17:21, മത്തായി 17:21. നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകുകയില്ല. നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകുകയില്ല. വിശ്വസിക്കുന്ന നിങ്ങൾക്ക്. ആരിലുള്ള വിശ്വാസം? അവനിലുള്ള വിശ്വാസം.
ഞാൻ കാട്ടു ചാവിക്കുന്നവനാണ് കുറുമ്പനെ ഒരിക്കൽ മദ്രാസിൽ കൊണ്ടുപോയി. മദ്രാസൊക്കെ ഒന്ന് കാണട്ടുണ്ട്. അവൻ സൈക്കിൾ ആദ്യമായിട്ട് കാണുക. അയ്യോ ഇതെന്തൊരു കാര്യം. അവനേക്കാളൊക്കെ അതിശയമായത് ഞാൻ ലിഫ്റ്റിൽ കയറാൻ വേണ്ടി കൊണ്ടുപോയി. ലിഫ്റ്റിൽ കയറി ഇങ്ങനെ ബട്ടൺ അമിക്കറിന് ഞങ്ങളെല്ലാം കൂടെ മേളിൽ കയറി. തിരിച്ച് വീട്ടിൽ വന്ന് എന്നോട് പറയാം, സാറേ നമുക്ക് പോകുന്നുണ്ട്, ഈ ഒരു ബട്ടൺ ഒന്ന് വാങ്ങിച്ചുകൊണ്ട് പോകണം. എടാ ആ ബട്ടണല്ല ചെയ്യുന്നത്, ആ ബട്ടൺ ജർമ്മനിയിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്ന മെഷീനെ ടച്ച് ചെയ്യുന്നേ ഉള്ളൂ. നമ്മുടെ വിശ്വാസത്തിൻ്റെ ശക്തിയല്ല, വിശ്വാസം എതിലെ പോയി ടച്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. ചിലരൊക്കെ വിശ്വാസം ഇങ്ങനെ പോസിറ്റീവ് തിങ്കിങ് ഉണ്ടെങ്കിൽ എല്ലാം സാധിക്കുമെന്ന്. തെറ്റിപ്പോയി ബട്ടൺ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോകുന്നത് പോലെ വാഴണം. ആരുള്ള വിശ്വാസം? ദൈവത്തിൽ അശരീരിയായ സർവശക്തനായ മാറ്റമില്ലാത്ത ദൈവം അവൻ പറഞ്ഞിരിക്കുന്ന വാക്കുകളിൽ വിശ്വസിക്കുന്നതാണ് വിശ്വാസം. അത് അന്ധവിശ്വാസമല്ല. ഇല്ലാത്ത ഒരു ദൈവം പറയാത്ത കാര്യമല്ല, പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കുക എന്ന് ഉള്ള കാര്യം ആണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം വളരെ ഫലവത്തമാകും. പറഞ്ഞതിൻ്റെയൊക്കെ കാര്യം എന്താണ് വരുന്നത്? ദൈവവചനം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അടിസ്ഥാനമായിരിക്കണം. വാസ്തവത്തിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയാൽ യഥാർത്ഥ പ്രാർത്ഥന ദൈവം നമ്മോട് സംസാരിച്ച ആ വാക്കുകളോടുള്ള പ്രതികരണമാണ്. ഒരിക്കൽ സുവിശേഷ പ്രസംഗം കേട്ടപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, ഞാനൊരു പാപിയാണ്. അപ്പം ഞാനൊരു പാപിയാണെന്ന് ദൈവം എന്നോട് പറഞ്ഞപ്പോൾ ആ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് അതിന് എൻ്റെ പ്രതികരണമാണ്, കർത്താവേ പാപിയായ എന്നോട് കരുണ ഉണ്ടാകണമെന്ന്. അപ്പോൾ യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് അതിനോടുള്ള പ്രതികരണമാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ചിലരുടെയൊക്കെ പ്രാർത്ഥന ദൈവത്തിന് മനസ്സിലാകത്തില്ല. അതെങ്ങനെ ദൈവത്തിന് മനസ്സിലാകുന്നത്? ഞാൻ ഒരെഴുത്തെഴുതി ഒരാൾക്ക്, അദ്ദേഹം എഴുത്ത് വായിച്ചില്ല. എഴുത്ത് വായിക്കാതെ എനിക്കൊരു മറുപടി അയച്ചു. ഞാനൊരെഴുത്തെഴുതി, ഒരു വിഷയത്തെക്കുറിച്ചാണ് എഴുത്തെഴുതിയത്. ഈ എഴുത്ത് വായിക്കാതെ പുള്ളി എനിക്കൊരു മറുപടി അയച്ചു. ഈ മറുപടി കിട്ടിയാൽ എനിക്കെന്തെങ്കിലും മനസ്സിലാവുമോ? എടാ ഞാൻ പറഞ്ഞതെന്തുവാ? അവൻ പലപ്പോഴും അനേകരുടെ പ്രാർത്ഥന ദൈവം മനസ്സിലാക്കുന്നില്ല. കാരണം ദൈവം പറഞ്ഞ കാര്യങ്ങൾ അവർ ശ്രദ്ധിച്ചിട്ടില്ല. യഥാർത്ഥ പ്രാർത്ഥന ദൈവത്തിൻ്റെ വാക്കുകൾ കേട്ട്, ദൈവത്തിൻ്റെ ശബ്ദം കേട്ട്, ദൈവശബ്ദത്തോടുള്ള പ്രതികരണമാണ് യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥന ഫലപ്രദമാക്കണമോ? ഞാനൊരു കാര്യം പറയട്ടെ, ദൈവശബ്ദം കേൾക്കുവാൻ പഠിക്കുക. ദൈവശബ്ദം കേട്ടിട്ട്, കർത്താവേ അവിടുന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ വിശ്വസിക്കുന്നു, അതിങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഞാനൊരു കാര്യം പറയാം, ദൈവം ഇന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ ആളുകളില്ല എന്നുള്ളതാണ്. ആമോസിൻ്റെ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ പറയുന്നു, എന്താ പറഞ്ഞിരിക്കുന്നത്? യഹോവയായ കർത്താവ് തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് കാര്യം വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുകയില്ല. യാതൊന്നും അവൻ ചെയ്യുകയില്ല. എങ്ങനെ? കാര്യം വെളിപ്പെടുത്താതെ. തൻ്റെ ദാസന്മാർക്ക് കാര്യം വെളിപ്പെടുത്താതെ അവൻ ഒന്നും ചെയ്യുകയില്ല. ഇന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തി അത് തടയപ്പെടുന്നുവെങ്കിൽ, അതിന് വേഗതയില്ലെങ്കിൽ കാരണം വേറൊന്നുമല്ല. എന്താണ്? അത് ശ്രദ്ധിച്ച് കേൾക്കുവാൻ, ദൈവശബ്ദം ശ്രദ്ധിച്ച് കേൾക്കുവാൻ ആളുകളില്ല എന്നുള്ളതാണ്. അവൻ തൻ്റെ ദാസന്മാർക്ക് പറയാതെ അവനൊന്നും ചെയ്യുകയില്ല. അന്നവൻ പറഞ്ഞു അഖിലാണ്ടമെല്ലാം ഉണ്ടായി. അവൻ്റെ വാക്കുകൊണ്ട് സകലത്തെയും അവൻ താങ്ങി നടന്നു. എന്നാൽ ഇന്ന് അവൻ മറഞ്ഞിരിക്കുന്ന ദൈവം അവൻ നമ്മോട് പറയും. എസെക്കിയേൽ 37-ാം അധ്യായം ഓർക്കുക. എസെക്കിയേലിനെ ഉണങ്ങിയ അസ്ഥികളുടെ താഴ്വരയിൽ കൊണ്ട് നിർത്തി. എന്നിട്ട് ദൈവം എസെക്കിയേലിനോട് ചോദിക്കുക, എസെക്കിയേലേ ഈ അസ്ഥികൾ ജീവിക്കുമോ? എസെക്കിയേൽ പറയുന്നു, കർത്താവേ അവിടുന്ന് അറിയുന്നു. ഇല്ല, നീ പ്രവചിക്കാം. എന്താ പ്രവചിക്കേണ്ടത്? ഉണങ്ങിയ അസ്ഥികളെ ജീവൻ പ്രാപിക്കാൻ. നമ്മുടെ ചുറ്റുപാടും ഉണങ്ങിയ അസ്ഥികൾ, നമ്മുടെ ചുറ്റുപാടും ആത്മീകമായി മരിച്ച ആളുകൾ കിടക്കുകയാണ്. കർത്താവ് ചോദിക്കുന്നു, ഈ അസ്ഥികൾ ജീവിക്കുമോ? അവർക്ക് വേണ്ടി ഞാൻ രക്തം ചൊരിഞ്ഞതാണ്. നാം കർത്താവിനോട് തിരിച്ചു പറയും, കർത്താവെ അവിടുന്ന് അറിയുന്നു. ഇല്ല, കർത്താവ് പറയുന്നു, നീ പ്രവചിക്കുക. നീ പ്രവചിച്ചെങ്കിൽ എസെക്കിയേലേ
നീ പ്രവചിച്ചില്ലെങ്കിൽ ഉണങ്ങിയ അസ്ഥികളായി തന്നെ കിടക്കും. എസെക്കിയേൽ പ്രവചിക്കുമ്പോൾ അസ്ഥികൾ ജീവൻ പ്രാപിക്കുന്നു. വീണ്ടും പറയുന്നു, കാറ്റ് ഊതുക, കാറ്റ് ഊതുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് യഥാർത്ഥത്തിൽ നടക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആലോചന സഭയിൽ യെരമ്യാ 23:18 വാക്യം വായിച്ച് നമുക്ക് ഇന്നത്തെ സ്റ്റഡി നമുക്ക് അവസാനിപ്പിക്കാം. യെരമ്യാ 23:18 വാക്യം. യഹോവയുടെ വചനം ദർശിച്ച് കേൾക്കത്തക്കവണ്ണം അവൻ്റെ ആലോചന സഭയിൽ നിന്നവൻ ആർ? അവൻ്റെ വചനം ശ്രദ്ധിച്ച് കേട്ടിരിക്കുന്നവൻ ആർ? ദൈവത്തിൻ്റെ വചനം കേൾക്കണമോ? അവൻ്റെ ആലോചന സഭയിൽ നിൽക്കണം. എവിടെയാണ് ഈ ആലോചന സഭ? ഊട്ടിയിലാണോ? എവിടെയാണ് ഈ ആലോചന സഭ? അവനവൻ്റെ രഹസ്യമുറിയിൽ. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് അപേക്ഷിക്കുക. സഹോദരന്മാരെ, രഹസ്യ പ്രാർത്ഥന ഇല്ലാത്ത ആളുകൾ പരസ്യ പ്രാർത്ഥന വെറും പ്രഹസനമാണ്, മറന്നു പോകരുത്. ദൈവം ആഗ്രഹിക്കുന്നു രഹസ്യത്തിൽ അവൻ്റെ സന്നിധിയിൽ കാത്തിരുന്ന് അവൻ്റെ ശബ്ദം കേൾക്കുക, എന്നിട്ട് അവനോട് തിരിച്ചു പറയുക എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. യെരമ്യാ 23:22 വാക്യം കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. യെരമ്യാ 23:22 വാക്യം. എൻ്റെ ആലോചന സഭയിൽ നിന്നിരുന്നുവെങ്കിൽ എൻ്റെ വചനങ്ങളെ എൻ്റെ ജനത്തെ കേൾപ്പിച്ച് അവരെ അവരുടെ ആകാത്ത വഴിയിൽ നിന്നും അവരുടെ പ്രവൃത്തികളുടെ ദോഷത്തിൽ നിന്നും തിരിപ്പിക്കുമായിരുന്നു. ഇന്ന് എന്തുകൊണ്ട് ആളുകൾ ആകാത്ത വഴിയിൽ നിന്ന് തിരിയുന്നില്ല? ഇന്ന് എന്തുകൊണ്ട് ആളുകൾ ദോഷപ്രവൃത്തിയിൽ നിന്ന് തിരിയുന്നില്ല? യഹോവയുടെ വചനം ശ്രദ്ധിച്ചു കേൾക്കുവാൻ ആളുകളില്ല. സഹോദരന്മാരെ, സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? അവൻ്റെ ശബ്ദം ശ്രദ്ധിച്ചു കേൾക്കുക. ശ്രദ്ധിച്ചു കേട്ടിട്ട് വായിക്കുക. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 45 അധ്യായം അതിൻ്റെ 11 വാക്യം. വളരെ ശ്രദ്ധയോടെ വായിക്കേണ്ട ഒരു വാക്യമാണ്. ഇസ്രായേലിൻ്റെ പരിശുദ്ധനും അവനെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, വരുവാനുള്ളതിനെക്കുറിച്ച് എന്നോട് ചോദിക്കുവീൻ, എൻ്റെ മക്കളെയും എൻ്റെ കൈകളുടെ പ്രവൃത്തിയെയും കുറിച്ച് എന്നോട് കൽപ്പിപ്പീൻ. വരുവാനുള്ളതിനെക്കുറിച്ച് എന്നോട് ദൈവഹിതം എന്താണെന്ന് ചോദിച്ചു മനസ്സിലാക്കുക. എന്നിട്ട് കർത്താവ് പറയുകയാണ്, എൻ്റെ മക്കളെയും എൻ്റെ കൈകളുടെ പ്രവൃത്തിയെയും കുറിച്ച് എന്നോട് കൽപ്പിപ്പീൻ. നമുക്ക് ദൈവത്തിൻ്റെ ആർമിയിൽ കമാൻഡേഴ്സിനെ ആവശ്യമുണ്ട്. കർത്താവെ, ഇതാണ് നിൻ്റെ ഹിതം, ഇതിൻ്റെ അപ്പുറത്തൊന്നും നടക്കുവാൻ പാടില്ല എന്ന് പറയാൻ ധൈര്യമുള്ളവർ ഈ നാളുകളിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഏദൻ തോട്ടത്തിൽ വെയിലാറിയപ്പോൾ യഹോവയുടെ ശബ്ദം ആദാം കേൾക്കുക പതിവായിരുന്നു. വെയിലാറിയപ്പോൾ എന്നാണ് മലയാളത്തിൽ എഴുതിയേക്കുന്നത്. ഇംഗ്ലീഷിൽ ഇൻ ദ കൂൾ ഓഫ് ദ ഡേ എന്ന് എഴുതി. എബ്രായ ഭാഷ വായിച്ചാൽ ഇൻ ദ വിൻഡ് ഓഫ് ദ ഡേ എന്ന. ദിവസത്തിൽ കാറ്റടിക്കുന്ന നേരത്തിൽ. എപ്പോഴാണ് കാറ്റടിക്കുന്നത്? സായങ്കാലത്തിൽ പോയി ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കണം. കാറ്റടിക്കുന്ന നേരം, വിടിയകാലം, സായങ്കാലം. ഇൻ ദ വിൻഡ് ഓഫ് ദ ഡേ, ഇൻ ദ കൂൾ ഓഫ് ദ ഡേ. ഇന്നും ദൈവം ആഗ്രഹിക്കുകയാണ്. ഇൻ ദ വിൻഡ് ഓഫ് ദ ഡേ, രാവിലെ ഇളം കാറ്റ് വീശുന്ന നേരത്ത്. ഇൻ ദ കൂൾ ഓഫ് ദ വിൻഡ് ഓഫ് ദ ഡേ, വൈകിട്ട് ഇളം കാറ്റ് വീശുന്ന നേരത്ത് സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരികയാണ്. ഇന്ന് ആദാം നഷ്ടപ്പെടുത്തിയ ആ കൂട്ടായ്മ ക്രിസ്തുവിൽ നമുക്ക് തിരികെ തന്നിട്ട്, ആദാമിന് നഷ്ടപ്പെട്ടത് മുഴുവൻ തിരികെ തന്നിട്ട്, അന്ന് ആദാമിനോട് തോട്ടത്തിൽ വന്ന് സംസാരിക്കുവാൻ ആഗ്രഹിച്ചതുപോലെ ഇന്നും ഇൻ ദ വിൻഡ് ഓഫ് ദ ഡേ, ഇളം കാറ്റ് വീശുമ്പോൾ, അല്ലെങ്കിൽ വെളുപ്പിന്, അല്ലെങ്കിൽ സായങ്കാലത്തിൽ ദൈവം എന്നും നമ്മോട് സംസാരിക്കുവാൻ ശ്രദ്ധ വെച്ച് ഇറങ്ങി വരുന്നു. അന്ന് പാപം ചെയ്ത ആദാം മരങ്ങളുടെ ഇടയിൽ ഒളിച്ചു. ഇന്ന് നാം ഒളിക്കുന്നത് ടെലിവിഷൻ്റെ പുറകിൽ, അല്ലെങ്കിൽ കമ്പിളിയുടെ കീഴിലും. സഹോദരിമാരെ ഉണരാം. നമുക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ. ഇൻ ദ വിൻഡ് ഓഫ് ദ ഡേ, ഇളം കാറ്റ് വീശുമ്പോൾ അവൻ ഇറങ്ങി വന്ന് നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവൻ്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട്, ഇതാണ് ദൈവഹിതം, കർത്താവേ ഇത് മാത്രമേ സംഭവിക്കാവൂ എന്ന് ധൈര്യമായിട്ട് പറയുന്ന
ആ ടൈപ്പ് ഓഫ് പ്രാർത്ഥനയാണ് നമ്മുടെ ഈ നാളുകളിൽ ആവശ്യമായിരിക്കുന്നത്. ദൈവത്തിൻ്റെ പ്രവൃത്തി വിഘ്നം കൂടാതെ നടക്കണമെങ്കിൽ ഇങ്ങനെയുള്ള പ്രാർത്ഥനക്കാർ നമ്മുടെ മധ്യത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ദൈവശബ്ദം കേട്ട് അതിനെ പൂർണ്ണമായി വിശ്വസിച്ച് ഇതിൻ്റെ അപ്പുറത്തൊന്നും നടക്കുവാൻ ഞാൻ അനുവദിക്കില്ല എന്ന് ധൈര്യമായി പറയത്തക്കവണ്ണം യേശു കർത്താവിന് പകരക്കാരായി അവൻ്റെ ജോലി അവൻ ചെയ്തതുപോലെ ചെയ്യുമെങ്കിൽ സ്വർഗം കനിഞ്ഞ് നമ്മുടെ പ്രാർത്ഥന കേട്ട് അവൻ്റെ പരിപൂർണഹിതം ഈ ഭൂമിയിൽ നിറവേറും. അവൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ.